Dear students, നമ്മൾ ഇപ്പോൾ ഓൾറെഡി കോൺകേവിറ്റി പഠിച്ചു. കോൺകേവിറ്റി അപ്വേർഡ്സ്, കോൺകേവ് അപ്പ്, കോൺകേവ് ഡൗൺ, അല്ലെങ്കിൽ കോൺവെക്സ് അപ്പ്, കോൺവെക്സ് ഡൗൺ ഓർ കോൺവെക്സ് അപ്പ്, അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പോയിന്റ്സ് ഓഫ് ഇൻഫ്ലക്ഷൻ, അതിൻ്റെ ബേസിലാണ് നമ്മൾ പോയിന്റ്സ് ഓഫ് ഇൻഫ്ലക്ഷൻ പഠിക്കാൻ പോകുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ a point on the curve where the concavity changes from up to down or down to up is called a point of inflection. General ആയിട്ട് നമുക്ക് അങ്ങനെ പറയാം. അല്ലെങ്കിൽ a point where the graph of a function has a tangent line where the concavity changes is called a point of inflection. അപ്പോൾ ഞാൻ അതിൻ്റെ ഡെഫിനേഷൻ എളുപ്പമുള്ളത് എഴുതാം. a point on a curve, a point on a curve where concavity changes. മനസ്സിലായോ? അതായത് ഒന്നിലോ ഇതെങ്ങനെ, ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കോൺകേവ് അപ്പാണ്, എന്നിട്ട് എന്ത് ചെയ്യും, കോൺകേവിറ്റി ഇവിടെ കോൺകേവ് ഡൗൺ ആണ്. അപ്പോൾ ഈ പോയിന്റിൽ വെച്ചിട്ടാണ് മാറുന്നത്. മനസ്സിലായോ? അപ്പോൾ അതിനെയാണ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയുന്നത്. A point on a curve where concavity changes from up to down or down to up is called a point of inflection. ഇനി നമുക്ക് ഡെഫിനേഷനായിട്ട് പറയാമെങ്കിൽ, ഡെഫിനേഷനായിട്ട് എങ്ങനെയാണ് പറയുന്നത് വെച്ചാൽ എ പോയിന്റ് where the graph of a function, a point where the graph of a function has a tangent line, graph of a function has a tangent line where the concavity changes is called a point of inflection. ഓക്കെ, ഇവിടെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നോക്കി, ഇവിടുത്തെ ഗ്രാഫ് ഇങ്ങനെയാണ് വരിക അല്ലേ? പക്ഷേ ഇവിടുന്ന് മുകളിലോട്ട് എന്താണ് കണ്ടോ, കോൺകേവിറ്റി അപ്വേർഡ്സ് ആണ്, ഇവിടെ കോൺകേവിറ്റി ഡൗൺവേർഡ്സ് ആണ്. പോയിന്റ് വെയർ ഗ്രാഫ് ഓഫ് എ ഫംഗ്ഷൻ ഹാസ് എ ടാൻജന്റ് ലൈൻ വെയർ ദ കോൺകേവിറ്റി ചേഞ്ചസ്, കണ്ടോ ഇവിടുന്ന് കോൺകേവിറ്റി ചേഞ്ച് ചെയ്യുകയാണ് ഈ പോയിന്റിൽ നിന്ന്, ഈസ് കോൾഡ് എ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. ഇനി inflection points. വേറെ രീതിയിൽ പറയാം, നോട്ടായിട്ട് വേറെ രീതിയിൽ പറയാം. An inflection point is a point where an inflection point is a point where F2 dash changes sign. അതായത് ഒരു ഡബിൾ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്കറിയാം കോൺകേവിറ്റി F2 ഡാഷ് ഈസ് എന്താണ്, അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ F2 ഡാഷ് എന്താണ്, കോൺകേവിറ്റി ചേഞ്ചസ് എന്ന് പറയുമ്പോൾ F2 ഡാഷ് ഒരു സ്ഥലത്ത് പോസിറ്റീവും മറ്റേ സൈഡിൽ നെഗറ്റീവും ആയിരിക്കും. മനസ്സിലായോ? എക്സ് നോട്ടിലാണ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ വരുന്നതെങ്കിൽ എക്സ് നോട്ടിൻ്റെ മുകളിലോട്ട് ഒരു സൈഡിലോട്ട് F2 ഡാഷ് പോസിറ്റീവും മറ്റേ സൈഡിലോട്ട് F2 ഡാഷ് നെഗറ്റീവും ആയിരിക്കും. ഇനി F2 ഡാഷ് കണ്ടിന്യൂസ് ആണെങ്കിൽ F2 ഡാഷ് F2 ഡാഷ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷനിൽ 0 ആയിരിക്കും. മനസ്സിലായോ? എന്താണ്, F2 ഡാഷ് കണ്ടിന്യൂസ് ആണെങ്കിൽ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷനിൽ അത് F2 ഡാഷിൻ്റെ വാല്യൂ 0 ആയിരിക്കും.
അപ്പം F2 ഡാഷ് എക്സിസ്റ്റ് ചെയ്യുകയും കണ്ടിന്യൂസ് ആവുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ അറിയാം, പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷനിൽ എന്തായാലും എന്ത് സൈൻ ചേഞ്ച് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി അപ്പോൾ നമുക്ക് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് F2 ഡാഷ് എക്സ് എവിടെയാണോ 0 ആവുക അത് നോക്കിയാൽ മതി. മനസ്സിലായോ? F2 ഡാഷ് എക്സ് എവിടെയാണോ 0 ആവുക ആ പോയിന്റാണ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമ്മൾക്ക് വേണമെങ്കിൽ F2 ഡാഷ് എക്സ് ഈക്വൽ ടു 0 we can find the next derivative. അവിടെയും ചേഞ്ച് ഓഫ് സൈൻ വരുന്നുണ്ടോ നമുക്ക് വേണമെങ്കിൽ പരിശോധിക്കാം. ഇനി F2 ഡാഷ് കണ്ടിന്യൂസ് അല്ല എങ്കിൽ എന്താണ്, കണ്ടിന്യൂസ് അല്ല എങ്കിലും ചില സ്ഥലത്ത് ചേഞ്ച് ഓഫ് സൈൻ അക്കർ ചെയ്യുന്നുണ്ട് എങ്കിൽ ആൻഡ് F2 ഡാഷ് ഫെയിൽസ് ടു എക്സിസ്റ്റ് ആയിരിക്കും അവിടെ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്കതെല്ലാം കൂടെ സംഗ്രഹിച്ച് എഴുതാം. ആൻഡ് ഇൻഫ്ലക്ഷൻ പോയിന്റ് ഈസ് എ പോയിന്റ് വെയർ F2 ഡാഷ് ചേഞ്ചസ് സൈൻ. Thus at a point of inflection F2 dash x naught equal to 0 or F2 dash x naught does not exist. അപ്പോൾ ഞാൻ പറഞ്ഞു F2 ഡാഷ് ചേഞ്ച് സൈൻ ചെയ്യും, അതിൻ്റെ ചേഞ്ച് വരും പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷനിൽ. കണ്ടിന്യൂസ് ആണെങ്കിൽ F2 ഡാഷ് എക്സ് നോട്ട് 0 ആയിരിക്കും, കണ്ടിന്യൂസ് അല്ലെങ്കിൽ F2 ഡാഷ് എക്സ് നോട്ട് എക്സിസ്റ്റ് ചെയ്യില്ല. ഇനി ഇഫ് F2 dash exists and continuous at x naught if F2 dash x naught equal to 0 and F3 x naught is not equal to 0, then x naught is an inflection point for yeah. അപ്പോൾ നോക്കാം, നമുക്ക് 2-3 പ്രോബ്ലംസ് എടുത്ത് നോക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും, എക്സാമ്പിൾസ് എടുത്ത് പരിശോധിക്കാം എങ്ങനെയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പരിശോധിക്കുകയാണ് y ഈക്വൽ ടു എക്സ് മൈനസ് 2 ദ ഹോൾ ക്യൂബ് പ്ലസ് 1. ഇതിൻ്റെ ഗ്രാഫ് നമുക്ക് വരയ്ക്കാം കേട്ടോ. ഗ്രാഫ് വരയ്ക്കുക. ഗ്രാഫ് വരച്ച് നിങ്ങൾ വരച്ച് നോക്കുക. അങ്ങനെ 0, 1, 2 അങ്ങനെയൊക്കെ വരച്ച് നോക്കുക. 1, 2 അങ്ങനെ വരച്ച് നോക്കുക. അങ്ങനെ വരച്ച് നോക്കുമ്പോൾ 1-ൽ ഇങ്ങനെ വരും കേട്ടോ ഗ്രാഫ്. ഇങ്ങനെയാണ് ഗ്രാഫ് വരും. നിങ്ങൾ വരച്ച് നോക്കിക്കോളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ നെക്സ്റ്റ് നോക്കുമ്പോൾ ഇതിൻ്റെ y ഡാഷ് എന്താണ്, 3 × x മൈനസ് 2 ദ ഹോൾ സ്ക്വയർ വരും. y2 ഡാഷ് എന്താണ്, 6 × x മൈനസ് 2 എന്ന് വരും. ദെൻ അറ്റ് x ഈക്വൽ ടു 2-ൽ y2 ഡാഷ് എന്തായിരിക്കും, 0 ആയിരിക്കും. ആൻഡ് ഫോർ x ഗ്രേറ്റർ ദാൻ 2-ൽ y2 ഡാഷ് എന്ത് വരും, x ഗ്രേറ്റർ ദാൻ 2 y2 ഡാഷ് ലെസ് ദാൻ 0യും x ലെസ് ദാൻ 2-ൽ y2 ഡാഷ് x ഗ്രേറ്റർ ദാൻ 2-ൽ y2 ഡാഷ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. സോറി, y2 ഡാഷ് ഗ്രേറ്റർ ദാൻ 0, x ലെസ് ദാൻ 2-ൽ y2 ഡാഷ് ലെസ് ദാൻ 0യും ആയിരിക്കും. അപ്പം therefore എന്താ പറയാം, therefore y2 ഡാഷ് ചേഞ്ചസ് സൈൻ at x ഈക്വൽ ടു 2 എന്ന് പറയാം അല്ലേ. x ഈക്വൽ ടു 2-ൽ ചേഞ്ച് ചെയ്യുമെന്ന് പറയാം. ഹെൻസ് therefore
y equal to x minus 2 the whole cube plus 1 as a point of inflection at x equal to 2 ആണ്. ഇനി അടുത്ത y2 ഡാഷ് 0 ആവുമ്പോൾ നമ്മൾ x equal to 2 എന്ന് കണ്ടുപിടിച്ചു. y3 ഡാഷ് ചെയ്ത് നോക്കാം. y3 ഡാഷ് ചെയ്യുമ്പോൾ 6 ആണ് വരിക അല്ലേ. 6 0 അല്ലാത്തതുകൊണ്ട് എന്ത് പറയാം, x equal to 2 we can say that at x equal to 2 the concavity changes from എവിടുന്ന് എങ്ങനെ പോകുന്നു അല്ലേ, കോൺകേവ് ഡൗൺ ആയി ഇവിടുന്ന് അപ്പായി. കോൺകേവിറ്റി ചേഞ്ചസ് ഫ്രം ഡൗൺ ടു അപ്പ് എന്ന് പറയാൻ പറ്റും നമുക്ക്. ഓക്കെ, sorry. ഇനി അടുത്ത ഫംഗ്ഷൻ അടുത്തത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, now let us consider the function y equal to x raised to 1/3 എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, y equal to x raised to 1/3 ആൻഡ് അതിൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരിക. വരച്ചു നോക്കാം ഗ്രാഫ്. 1 -1 -1 -1 ഇങ്ങനെ വരും. ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോകും ഗ്രാഫ്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് വരച്ചു നോക്കാം കേട്ടോ. ഫോർ എക്സ് ലെസ് ദാൻ 0-ന് എന്താ ഉണ്ടാവുക, the curve is x less than 0-ന് എന്താ വരിക, the curve is concave up, and for x greater than 0-ന് the curve is concave down. Therefore at x equal to 0 the concavity of the curve changes from up to down. ഇനി f dash x ചെയ്യുമ്പോൾ എന്താ വരിക, 1/3 x raised to -2/3-യും f2 dash x ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, 1/3 × -2/3 × x raised to 2/3 -1 വരും അല്ലേ. അപ്പോൾ -2/9 x raised to -5/3 എന്ന് വരും for x not equal to 0. ഇനി f2 dash x equal to 0 implies x equal to 0 തന്നെയാണ്. f2 dash x equal to 0 implies also we can say that f dash and f2 dash are undefined at
എക്സ് ഈക്വൽ ടു 0 അല്ലേ. എഫ് ഡാഷ് എഫ് ടുയുടെ 1/x⁻²/3 എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. 1/3 x⁻²/3 അല്ലെങ്കിൽ ഇവിടെ -2/9 x⁵5/3 എന്ന് പറയുമ്പോൾ ഡിനോമിനേറ്ററിലാണ് എക്സ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 0യിൽ ദീസ് ഫങ്ഷൻസ് ആർ അൺഡിഫൈൻഡ്. ബട്ട് എന്ത് പറയാം നമുക്ക്, but the curve has point of inflection at x equal to 0. x equal to 0 point of inflection ഉണ്ട്. ഇനി f2' നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ f2' -2/9 x⁻² അല്ലേ, -2/9 x⁻−5/3 ആണ്. അപ്പോൾ ഫോർ x ലെസ് ദാൻ 0 f2' എന്ത് വരും, ലെസ് ദാൻ 0 ഇവിടെ വരുമ്പോൾ ലെസ് ദാൻ 0 ഇൻറ്റു ലെസ് ദാൻ 0 ഗ്രേറ്റർ ദാൻ 0 വരും. f2' ഗ്രേറ്റർ ദാൻ 0 ഫോർ x ലെസ് ദാൻ 0 ആൻഡ് f2' ലെസ് ദാൻ 0 ഫോർ x ഗ്രേറ്റർ ദാൻ 0. x ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ എന്താ വരിക, ഇവിടെ f2' ലെസ് ദാൻ 0 തന്നെയാണ് വരിക. which implies that എന്ത് പറയാം, ലെസ് ദാൻ 0 തൊട്ട് ഗ്രേറ്റർ ദാൻ 0 വരുമ്പോൾ എന്താ ഉണ്ടാവുക, f2' the curve is concave up for x less than 0 and concave down for x greater than 0 അല്ലെ. f2' ലെസ് ദാൻ 0 വെച്ചാൽ കോൺകേവ് ഡൗൺ ആണ്. ആൻഡ് ഓൾസോ നമുക്ക് പറയാം x ഈക്വൽ ടു 0യിൽ എന്താണ്, ഓൾസോ the curve has a point of inflection. അതായത് കോൺകേവ് അപ്പ് നിന്ന് കോൺകേവ് ഡൗണിലായതുകൊണ്ട് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എവിടെ വരുന്നു, ഇൻഫ്ലക്ഷൻ അറ്റ് എക്സ് ഈക്വൽ ടു 0. ബട്ട് f2' does not exist at x equal to 0 അല്ലെ. ഈ പ്രോബ്ലത്തിൽ f2' does not exist ആണ്. പക്ഷേ ഇവിടെ കോൺകേവിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലേ. കോൺകേവ് അപ്പിന്ന് കോൺകേവ് ഡൗണിലോട്ടാണ് മാറുന്നത്. എങ്ങനെയാണ് കോൺകേവ്, ഇതാ നോക്കൂ ഇങ്ങനെയല്ലേ വരുന്നതാ, നോക്കൂ കോൺകേവ് അപ്പിന്ന് ഇതാണ് ഇങ്ങനെ വന്നാൽ കോൺകേവ് അപ്പിന്ന് കോൺകേവ് ഡൗണിലോട്ട് മാറുന്നു. മനസ്സിലായോ, എക്സ് ഈക്വൽ ടു 0. അപ്പോൾ അതാണ് ഇവിടെ ഉള്ള കേസ്, അതാണ് കേട്ടോ. ഇനി അപ്പോൾ തന്നെ നമുക്കൊരു കാര്യം നോട്ടായിട്ട് പറയാവുന്ന എന്താണെന്ന് വെച്ചാൽ, പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷനിൽ അറ്റ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷനിൽ എന്താ ഉണ്ടാവുക, കോൺകേവിറ്റി ചേഞ്ചസ് അല്ലേ. കോൺകേവിറ്റി ചേഞ്ചസ് ഒന്നിലോ ഫ്രം ഡൗൺ ടു അപ്പ് ആയിരിക്കും അല്ലെങ്കിൽ അപ്പ് ടു ഡൗൺ ആയിരിക്കും. therefore the curve crosses its tangent. Curve crosses its tangent at a point of inflection. ടാൻജൻറ്റ് എങ്ങനെയല്ലേ വരണേ, അതിങ്ങനെ ഒന്ന് ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനൊരു കർവ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനൊരു കർവ് വരികയാണെങ്കിൽ എന്താ ഉണ്ടാവുന്നത്, അപ്പോൾ ഇവിടെ കർവ് ഇതല്ലേ ടാൻജൻറ്റ് വരും, ഈ പോയിന്റിലെ ടാൻജൻറ്റ് ഇങ്ങനെ വരും. കർവ് ക്രോസസ് ദി ടാൻജൻറ്റ് അറ്റ്, ഒന്നുകൂടെ വരയ്ക്കാം, എങ്ങനെ വേണമെങ്കിൽ വരയ്ക്കാം, ഇതിലൂടെയൊക്കെ എങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ ടാൻജൻറ്റ് വരയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഈ പോയിന്റിൻ്റെ ടാൻജൻറ്റ് വരയ്ക്കും. കർവ് ക്രോസസ് ദി ടാൻജൻറ്റിന് എന്തായാലും മറികടക്കുന്ന അർത്ഥം ഇവിടെ, മനസ്സിലായോ. ഇനി വേറൊരു നോട്ട്, നമുക്ക് വേറൊരു കാര്യം പറയാം. f2' equal to 0
but it may not have a point of inflection. ഒരു ഫംഗ്ഷന് F2' 0 ആയിരിക്കാം, പക്ഷേ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ഉണ്ടാവില്ല. അതിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാം. f(x = x⁴) കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വരച്ചു അതിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരികയാണ് അല്ലേ, ഇങ്ങനെ വരും ഗ്രാഫ്. അപ്പോൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ f'(x) എന്ത് വരും? f'(x) 4x³ എന്നും f2'(x) 12x² എന്നും വരും. ഈ f2'(x) = 0 ചെയ്യുമ്പോൾ വിച്ച് ഇംപ്ലൈസ് ദാറ്റ് x = 0 ആകുമ്പോഴാണ് അല്ലേ f2'12x² = 0 വിച്ച് ഇംപ്ലൈസ് x = 0. ഇനി f2'(x) എന്ത് വരും നമുക്ക്? > 0 ഫോർ x <0 ആൻഡ് x > 0. അതായത് 12x² ആണ്. അപ്പോൾ x പോസിറ്റീവ് ആണെച്ചാലും നെഗറ്റീവ് ആണെച്ചാലും f2'(x) എപ്പോഴും > 0 ആയിരിക്കും. At x = 0, the curves concavity does not change and x = 0 is not a point of inflection. അല്ലേ, x = 0 ഈ കേസിൽ x = 0 എന്താണ് കോൺകേവിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല, അപ്പോൾ നോട്ട് എ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ആണ്. ഇനി വേറൊരു കാര്യം എന്താ നോട്ട് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ f3'(x) എന്താണ് 24x എന്ന് വരും, = 0 when x = 0 ആണ്. ഇവിടെ f3'(x) 0 ആണ് and x = 0. ഇനി വേറൊരു കേസ് നോക്കാം നമുക്ക്. ഇങ്ങനൊരു ഫിഗർ കൺസിഡർ ചെയ്ത് നോക്കൂ. ഇത് നോക്കുമ്പോൾ ദിസ് ഈസ് ദ ഗ്രാഫ് ഓഫ് y = x⁻²/3 നിങ്ങൾ വരച്ച് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഇതെടുക്കുമ്പോൾ അനദർ കേസാണ്. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ വരാൻ പോകുന്നത് അറിയാമോ? f'(x) എടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? 2/3 x⁻²/3 - 1, അതായത് -1/3. ആൻഡ് f2' എന്താ വരിക? f2'(x) = 2/3 × -1/3 × x⁻⁻1/3 - 1 എന്ന് വരും. -2/9 x⁻⁻4/3 x for x0 = 0. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാലും f' and f2' are undefined at x = 0 എന്ന് കാണാം അല്ലേ. f' and f2' are undefined at x = 0. നേരത്തെ നമ്മളൊരു എണ്ണം പഠിച്ചില്ലേ, x⁻⁴ എന്താ ഗ്രാഫ് നോക്കിയില്ലേ, അതേപോലെ തന്നെ ഇവിടെയും f' and f2' are undefined at x = 0. പിന്നെ ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. f2'(x) നോക്കുമ്പോൾ x നോക്കൂ, f2'(x) ചെറുതാവുമ്പോൾ x <0 ആകുമ്പോൾ എന്താ വരിക? f2'(x) <0 ഫോർ x <0. ഇനി ഫോർ x <0 ആകുമ്പോൾ എന്താ വരിക? f2'(x) അപ്പോഴും f2'(x) എന്താണ്? <0 ആയിരിക്കും. ബോത്ത് കേസസ് <0 ആയിരിക്കും. Therefore at x = 0 the curve's concavity does not change. രണ്ടും ഒരുപോലെ ഇല്ലേ ഇരിക്കണം? കോൺകേവിറ്റി ഡൗൺവേർഡ് അല്ലേ ഉണ്ടാ.
കോൺകേവ് ഡൗൺവേർഡ് ആണ്. കോൺകേവിറ്റി ഡസ് നോട്ട് ചേഞ്ച് ആൻഡ് ഹെൻസ് എന്ത് പറയാം, x ഈക്വൽ ടു 0 ഈസ് നോട്ട് എ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. അപ്പോൾ ഈ രണ്ട് പ്രോബ്ലംസും നന്നായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഒന്ന് y ഈക്വൽ ടു എന്താണ്, എക്സ് റേസ് ടു 4. ആ കേസിലാണെന്ന് വെച്ചാൽ കോൺകേവിറ്റി ഇതേപോലെ എന്താണ്, കോൺകേവിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് അർത്ഥം അല്ലേ. അപ്പോൾ എക്സ് ഈക്വൽ ടു 0 നോട്ട് എ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. ഇവിടെയും അതേപോലെ എക്സ് റേസ് ടു 1/3 എടുക്കുമ്പോഴും എന്താണ്, പിന്നെ ഹിയർ ഓൾസോ ദ കർവ്സ് കോൺകേവിറ്റി ഡസ് നോട്ട് ചേഞ്ച് ആൻഡ് ഹെൻസ് എക്സ് ഈക്വൽ ടു 0 ഈസ് നോട്ട് എ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. അപ്പോൾ ഇതാണ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ രണ്ട് പ്രോബ്ലത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. ഇനി ഒരു പ്രോബ്ലം ചെയ്യാം. ഫൈൻഡ് ദി പോയിന്റ്സ് ഓഫ് inflection of the function. ഒന്നാമത്തെ ഫംഗ്ഷൻ fx equal to 3x raised to 4 plus 3x raised to 4 minus 4x cube plus 1. 3x raised to 4 minus 4x cube plus 1. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ fx കണ്ടുപിടിക്കുക തന്നിട്ടുണ്ട്, അത് എഴുതുക. -4x³ + 1. അപ്പോൾ f'(x)ഉം f2'(x)ഉം കണ്ടുപിടിക്കാം. 12x³ - 12x². f2'(x) എന്ന് പറയുമ്പോൾ 36x² - 24x എന്ന് വരും. ഓക്കെ, അതായത് നമുക്ക് വേണമെങ്കിൽ 12x പുറത്തെടുക്കുകയാണെങ്കിൽ 3x - 2 എന്ന് എഴുതാം. ഇനി പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി f2'(x) 0 എന്ന് ഇടാം. f2'(x) 0 ഇടുന്നത് എന്താ, ഇംപ്ലൈസ് x ഈക്വൽ ടു 0 ഓർ 3x - 2 0 ആകുമ്പോൾ x ഈക്വൽ ടു 2/3 എന്ന് വരും. അപ്പോൾ ദീസ് ആർ ദ പോയിന്റ്സ് ഓഫ് ഇൻഫ്ലക്ഷൻ. ഏതൊക്കെയാണ്, അല്ല, these are the points where f2'(x) equal to 0. ഇനി പോയിന്റ്സ് ഓഫ് ഇൻഫ്ലക്ഷൻ ഉണ്ടാവുണ്ടോ നമുക്ക് നോക്കാം. ഇനി ഫോർ x0 പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ഉണ്ടോ നോക്കാൻ വേണ്ടി ഫോർ x <0 എന്താ ഉണ്ടാവുക, f2'(x) equal to 12x into 3x - 2 അല്ലേ. അപ്പോൾ x <0 അപ്പോൾ -1 ആണെന്നിരിക്കാം. അപ്പോൾ 12 into -1 നെഗറ്റീവ് ആയിരിക്കും. 3 into -1 എന്താണ്, നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ >0 ആയിരിക്കും. മനസ്സിലായോ? ഇനി 0 x < 2/3 എന്താ ഉണ്ടാവുക നോക്കാം. 0 x < 2/3 എന്താ ഉണ്ടാവുക, f2'(x) 0ക്കും 2/3ക്കും ഇടയ്ക്ക് എന്താ ഉണ്ടാവുക നോക്കൂ. f2'(x) equal to 12x into 3x - 2. ഇതിൻ്റെ ഇടയ്ക്കുള്ളൊരു പോയിന്റ് എടുത്ത് നോക്കുക. അപ്പോൾ നമുക്ക് എന്താ വരിക, 1/3 എന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ദിസ് ഈസ് <0 എന്ന് വരും. ഇനി ഫോർ x > 2/3 f2'(x) 12x into 3x - 2 ചെയ്യുക. ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്ത് നോക്കാം. 2/3 അപ്പോഴും എന്ത് f2'(x) <0 എന്നേ വരുള്ളൂ. അപ്പോൾ അപ്പോൾ എന്തുകൊണ്ട് ചെയ്യാം നമുക്ക്, അപ്പോൾ നമുക്ക് x ഈക്വൽ ടു 0 ചേഞ്ച് ചെയ്യുന്നുണ്ട് സൈൻ. therefore at x equal to 0 f2' changes sign from പോസിറ്റീവ് ടു നെഗറ്റീവ്. പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലോട്ട് വരികയാണെങ്കിൽ എന്ത് പറയാം, പോസിറ്റീവ് ടു നെഗറ്റീവ്. therefore എന്താണ്, കോൺകേവിറ്റി അങ്ങനെ പോസിറ്റീവ് നിന്ന് നെഗറ്റീവ് f2' ചേഞ്ച് സൈൻ ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, കോൺകേവിറ്റി ചേഞ്ചസ് ഫ്രം അപ്പ് ടു ഡൗൺ.
അപ്പിലല്ലേ കോൺകേവിറ്റി പോസിറ്റീവ്. കോൺകേവ് അപ്പ് ആകുമ്പോഴാണ് എന്താണ് കോൺകേവിറ്റി അല്ല പോസിറ്റീവ് എഫ് ടു ഡാഷ് പോസിറ്റീവ് ആവുക. കോൺകേവിറ്റി ചേഞ്ചസ് ഫ്രം അപ്പ് ടു ഡൗൺ. Therefore at x equal to 0 f has a point of inflection. Now also at x equal to 2 by 3 f2 dash changes sign. 2 by 3 ഉണ്ടാവുക f2 dash changes sign from നെഗറ്റീവ് ടു പോസിറ്റീവ് ആവുകയാണ് ചെയ്യുക. Therefore f concavity of f changes from down to up ആവുന്നു. Therefore x equal to 2 by 3 is also a point of inflection. ഇനി ഇതേപോലത്തെ വേറെ പ്രോബ്ലംസ് നമ്മൾ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി ഡിറ്റർമിൻ, അടുത്ത ക്വസ്റ്റ്യൻ രണ്ടാമത്തത്, ഡിറ്റർമിൻ the constants a and b so that the curve y equal to x cube plus ax square plus bx has an inflection at the point 3 നെഗറ്റീവ് ലൈൻ. ഇൻഫ്ലക്ഷൻ എന്ന് വെച്ചാൽ ആ പോയിന്റിൽ f2 dash x 0 ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ പിന്നെ f2 dash അപ്പോൾ നമുക്ക് എഴുതാം y dash ഈക്വൽ ടു 3x സ്ക്വയർ പ്ലസ് 2ax പ്ലസ് b എന്ന് എഴുതാം. y2 dash ഈക്വൽ ടു 6x പ്ലസ് 2a എന്ന് എഴുതാം. 6x പ്ലസ് 2a. പിന്നെ നമുക്ക് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ തന്നിട്ടുണ്ട്. സിൻസ് 3 negative 9 is a point of inflection y2 dash equal to 0 ചെയ്യാം, which implies 6x plus 2a equal to 0, which implies 6x equal to minus 2a, x equal to minus 2 by 6a എന്ന് വരും. Sorry. Six x plus 2a equal to 0 എന്ന് വരും. ആൻഡ് എക്സ് അറ്റ് ദ പോയിന്റ് 3 9 ആണല്ലോ തന്നെയാണ്, വിച്ച് ഇംപ്ലൈസ് ദാറ്റ് 6 into 3 plus 2a equal to 0. 3 9 അല്ലേ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ തന്നെ. അപ്പോൾ 18 plus 2a equal to 0, 2a equal to negative 18, a equal to negative 9 എന്ന് വന്നു. a equal to negative 9. അപ്പോൾ a equal to negative 9 ആയതുകൊണ്ട് നമുക്ക് now we have to find b കണ്ടുപിടിക്കണം. പിന്നെ b കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, സിൻസ് since 3 9 negative 9 is a point of the
കർവ്. ആ കർവിൽ കിടക്കുന്ന പോയിന്റ് തന്നെയാണ് 3, -9. അവിടെ നമുക്ക് എന്താണ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് വെച്ചാൽ അവിടെ കോൺകേവിറ്റി മാറുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കർവിൽ തന്നെയാണ് കിടക്കുന്നത്. നമുക്ക് അതുകൊണ്ട് എന്ത് പറയാം, ആ കർവ് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് പറയാം. വൈക്ക് പകരം നമ്മൾ -9 -9 x³ എന്ന് പറയുമ്പോൾ 3³ പ്ലസ് a × x² എന്ന് പറയുന്നത് 3² പ്ലസ് bx എന്ന് പറയുന്നത് എന്ത് പറയാം, പ്ലസ് b × 3 എന്ന് പറയാം. അതായത് 27 പ്ലസ് 9a പ്ലസ് 3b എന്ന് പറയാം. ഓക്കെ, ദാറ്റ് ഈസ് എന്ത് പറയാം, 9a പ്ലസ് 3b ഈക്വൽ ടു -9 മൈനസ് 27 എന്ന് പറയാം, -36 എന്ന് പറയാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 3a പ്ലസ് b ഈക്വൽ ടു -12 എന്ന് പറയാം. ഇതിൽ എക്ക് 9 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിങ് a ഈക്വൽ ടു -9 ഇൻ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 3 × -9 പ്ലസ് b ഈക്വൽ ടു -12, b ഈക്വൽ ടു -12 ഇവിടെ മൈനസ് ആണ്, പ്ലസ് 27 എന്ന് പറയും. എന്താ പറയുക, 15 എന്ന് വരും. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടുന്നത്. എയുടെ ബിയുടെ വാല്യൂ കിട്ടി. നമുക്ക് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷനിൽ എയുടെ ബിയുടെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി സം അഡീഷണൽ പോയിന്റ് ടു റിമെമ്പർ, ഫിസിക്സുകാർക്കാണ് മെയിനായിട്ട് പറയുന്നത്. പിന്നെ നമുക്ക് x = f(t) എന്ന് പറഞ്ഞ ഒരു ഗ്രാഫ് ഉണ്ടെന്ന് വിചാരിക്കാം. ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫാണ്. ഇത് പൊസിഷൻ ഓഫ് ദ പാർട്ടിക്കിൾ അറ്റ് ടൈം t ആണ് ഇത് കാണിക്കുന്നത്. മനസ്സിലായി? x ആണ് പൊസിഷൻ, ടൈം ടിയിലുള്ള അതിൻ്റെ പൊസിഷനാണ് കാണിക്കുന്നത്. x = f(t) എന്നാണ് ഗ്രാഫ് കൊണ്ട് കാണിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്താണ്, d²x/dt². ഫസ്റ്റ് ഡെറിവേറ്റീവ് നമുക്കറിയാം dx/dt ആണ് അല്ലേ. സെക്കൻഡ് ഡെറിവേറ്റീവ് അപ്പോൾ എന്താ, ഇവിടെ f2' എന്ന് വരും. ഇതെന്താണ്, f2' എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. ദിസ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് ടൈമാണ് f2' എന്ന് പറയുന്നത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് ടൈം, അതായത് d/dt ഓഫ് dx/dt. അതായത് റേറ്റ് ഇത് dx/dt വെലോസിറ്റി അല്ലേ, അപ്പോൾ വെലോസിറ്റിയുടെ റേറ്റ് ഓഫ് ചേഞ്ച് d/dt ഓഫ് dx/dt. d/dt ഓഫ് v ആണ് എന്ത്, d²x/dt². അതെന്ന് പറയുന്നത് ഇതെന്താണ്, ദിസ് ഈസ് ആക്സിലറേഷൻ ആണ് അല്ലേ, ആക്സിലറേഷൻ ആണ്. ഇനി അപ്പം ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ dx/dt വെലോസിറ്റി >0 ആണെങ്കിൽ എന്ത് പറയാം, ദ ഒബ്ജക്റ്റ് ഈസ് മൂവിങ് ടു ദ റൈറ്റ് ഓൺ ദ നമ്പർ ലൈൻ അല്ലേ. dx/dt 0 ആണെങ്കിൽ ദ ഒബ്ജക്റ്റ് ഈസ് മൂവിങ് റൈറ്റ് ടു ദ നമ്പർ ലൈൻ. ഇഫ് ഇനി d²x/dt² >0 ആണെങ്കിൽ എൻ്റെ അർത്ഥം എന്താണ്, വെലോസിറ്റി ഇൻക്രീസിങ്. ദാറ്റ് ഈസ് എന്താ, വെലോസിറ്റി ഇൻക്രീസസ് എന്ന് വെച്ചാൽ ഓബ്ജക്റ്റ് ആക്സിലറേറ്റ്സ് എന്ന് പറയാം. ഇനി d²x/dt² <0 ആണെങ്കിൽ വെലോസിറ്റി ഡിക്രീസിങ്, decreases and object പതുക്കെ പോകുന്നു, ഡീസിലറേറ്റിംഗ് എന്ന് പറയാം, ഡീസിലറേറ്റിംഗ്. അപ്പോൾ ആക്സിലറേഷന് ഡീസിലറേഷനിലോട്ട് പോകുമ്പോൾ ഒരു പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ വരും. ആക്സിലറേഷന് ഡീസിലറേഷനിലോട്ട് പോകുമ്പോൾ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ വരും. തിരിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ ഡീസിലറേഷന് ആക്സിലറേഷനിലോട്ട് പോകുമ്പോഴും പോയിന്റ് ഓഫ് ഡിഫ്ലക്ഷൻ സംഭവിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും നന്നായിട്ട് നോക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത ഗ്രാഫ് വരയ്ക്കാനുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക.